എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അങ്ങനെ വിഷു എത്താറായി. അപ്പോൾ നമുക്ക് വിഷുക്കണി ഒരുക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ നോക്കാം. വിഷു മലയാളികൾക്ക് പുതുവർഷ പിറവിയാണ്. പുതുതായി വരുന്ന വർഷത്തിൽ മുഴുവൻ ഐശ്വര്യത്തിനുമായാണ് പുലർച്ചെ കണി കാണുന്നതും കുടുംബത്തിലെ മുതിർന്നവർ കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കുന്നതും. വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് പ്രാദേശികമായ ചില ഭേദഗതികൾ ഉണ്ടാകാം. എങ്കിലും കണിയൊരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട്. വിഷുക്കണി ഒരുക്കേണ്ടത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചു രൂപം തന്നെയാണ് വിഷുക്കണി. അതായത് ഭൂമിയിലെ ഓരോ വസ്തുവും സത്വ, രജോ, തമോ ഗുണമുള്ളവയാണ്. കണിയൊരുക്കാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കാൻ പാടുള്ളൂ. കണി വയ്ക്കുന്നതിനുള്ള ഓട്ടുരളി, നിലവിളക്ക്, വാൽക്കിണ്ടി എന്നിവ തേച്ചു വൃത്തിയാക്കിയ ശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വിഷുവിൻ്റെ തലേന്ന് കുടുംബനാഥനോ മുതിർന്നവരോ വേണം കണിയൊരുക്കാൻ. കണ്ണൻ്റെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ മുന്നിലാണ് കണിയൊരുക്കേണ്ടത്. അതിൽ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ കൊണ്ട് മാല കോർത്തിയിടുന്നത് ഉത്തമമാണ്. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ ഓട്ടുരളിയിൽ ഉണങ്ങലരി പകുതിയോളം നിറയ്ക്കുക. ആദ്യം സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി വയ്ക്കുക. പിന്നീട് ചക്ക, പൊതിച്ച നാളികേരം, മാങ്ങ, കദളിപ്പഴം, നാരങ്ങ, നെല്ലിക്ക എന്നിവ വയ്ക്കുക. ചക്കയും നാളികേരവും ഗണപതിയുടെ ഭക്ഷണമാണ്. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയങ്കരമാണ്. നാരങ്ങയും നെല്ലിക്കയും ലക്ഷ്മീദേവി സങ്കല്പത്തിൽ വയ്ക്കുന്നതാണ്. ശ്രീ ഭഗവതിയെ സങ്കല്പിച്ചു ഓട്ടുരളിയിൽ നടുക്കായി വാൽക്കണ്ണാടി വയ്ക്കുക. അതിൽ സ്വർണമാല ചാർത്തുക. കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത്. ഏറ്റവും പ്രധാനമായ കണിക്കൊന്നപ്പൂക്കൾ വയ്ക്കുക. കണിവെള്ളരി മഹാവിഷ്ണുവിൻ്റെ മുഖമായും കൊന്നപ്പൂക്കൾ കിരീടമായും വാൽക്കണ്ണാടി മനസ്സുമായാണ് സങ്കല്പിച്ചു പോരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായി ഓട്ടുതാലത്തിൽ അലക്കിയ കസവുമുണ്ട്, ഗ്രന്ഥം, കുങ്കുമച്ചെപ്പ്, കൺമഷി, പിന്നെ വെറ്റിലയിൽ നാണയത്തൊട്ടും പാക്കും എന്നിവ വയ്ക്കുക. നവധാന്യങ്ങളും വയ്ക്കുന്നത് നല്ലതാണ്. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും. ഗ്രന്ഥം സരസ്വതി ദേവിയെ കുറിക്കുന്നു. കണി കണ്ട ശേഷം നവധാന്യങ്ങൾ വിതയ്ക്കുന്ന പതിവ് ചില ഇടത്ത് കാണപ്പെടുന്നുണ്ട്. പീഠത്തിൽ നിലവിളക്കു എണ്ണയൊഴിച്ചിട്ട് 5 തിരിയിട്ട് വയ്ക്കുക. മുന്നിലായി സാമ്പ്രാണി, ഓട്ടുകുണ്ടിയിൽ ശുദ്ധജലം, പിന്നെ പൂക്കൾ, പിന്നെ കൊടിവിളക്ക് എന്നിവ പിറ്റേന്നായിട്ട് തന്നെ നമ്മൾ ഒരുക്കി വെക്കണം. ഇതിനു മുമ്പിൽ തന്നെ ദീപപ്രഭ മൂലമുള്ള നിഴൽ കൃഷ്ണവിഗ്രഹത്തിൽ പതിക്കാത്ത രീതിയിലാണ് വിളക്കിൻ്റെ സ്ഥാനം. വിഷുദിനത്തിൽ നിലവിളക്കിൻ്റെ സ്വർണ്ണ വെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണി കണ്ടുവരുമ്പോൾ ഐശ്വര്യപൂർണമായ ജീവിത കാലഘട്ടമാണ് നാം ഓരോരുത്തർക്കും ലഭിക്കുക എന്നതാണ് ഒരു സങ്കല്പം.